പ്രിയ പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാനത്ത് ഏതാണ്ട് 591 സർക്കാർ സ്ഥാപനങ്ങൾ അത് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കുകയും ആ രൂപീകരണ ലക്ഷ്യങ്ങളടക്കം പൂർത്തീകരിക്കപ്പെട്ട ശേഷവും ഇപ്പോഴും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതിനു മുമ്പ് തന്നെ ന്യൂസ് 10 ചില വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചതാണ്. അതിൽ തന്നെ MLA-മാരുടെ ചികിത്സാ ചെലവ് അത് ഇൻഷുറൻസ് പരിരക്ഷ എന്ന നിലയിലേക്ക് മാറ്റിയാൽ തന്നെ സംസ്ഥാനത്തെ ഖജനാവിന് വലിയ തുക ലാഭിക്കാൻ സാധിക്കില്ലേ എന്ന ചോദ്യം ഞങ്ങൾ ചോദിച്ചതാണ്. ഇപ്പോഴിതാ സർക്കാർ തന്നെ പറയുന്നുണ്ട്, ഏതാണ്ട് 19,000 കോടി രൂപയാണ് ഈ 591 സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളത്തിനായി നൽകേണ്ടതായി വരുന്നത്. കമ്പ്യൂട്ടറുകൾ അടക്കം സാങ്കേതിക സംവിധാനങ്ങളടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പോലും പഴയ തസ്തികകളിൽ മാറ്റമൊന്നുമില്ല, ജീവനക്കാരുടെ എണ്ണത്തിൽ മാറ്റമൊന്നുമില്ല. അതിൽ തന്നെയാകട്ടെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൈപ്പറ്റുന്നവർ ആണ് പലരും. എന്നാൽ അതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ അതിൻ്റെതായ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയോ ഒപ്പം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മറ്റ് അനധികൃതമായ ചെലവുകൾ, അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുകയോ ചെയ്യും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം. പൊതുഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 5 പരിഷ്കാരങ്ങൾ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രൂപീകരിക്കുന്നതിന് 5 കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒന്ന്, ഒരു സ്പെഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഫോർ അഡ്മിനിസ്ട്രേഷൻ, ട്രാക്കിംഗ് ആൻഡ് ഹാർമണൈസേഷൻ പോർട്ടൽ. 2, പ്ലാൻ സ്പേസ് 2, അതൊരു പ്രോജക്റ്റ് രജിസ്റ്ററാണ്. അതായത് എല്ലാ വകുപ്പുകളും അനുമതി നൽകുന്ന എല്ലാ മൂലധന പദ്ധതികൾ, അതായത് ക്യാപിറ്റൽ പ്രോജക്ട്സ്, അതെല്ലാം ജിയോ ടാഗ് ചെയ്യും. അതിന് ഒരു GIS അധിഷ്ഠിത പ്രോജക്റ്റ് രജിസ്റ്റർ മൊഡ്യൂൾ ഉൾപ്പെടുത്തി നിലവിലുള്ള പ്ലാൻ സ്പേസ് 2 പ്ലാറ്റ്ഫോം വിപുലീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 3, ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ സമഗ്രമായ ഒരു രജിസ്ട്രി, ഒരു അസറ്റ് രജിസ്റ്റർ. 591 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് സർക്കാരിൻ്റെ കീഴിൽ. ഏകദേശം 19,000 കോടിയോളം രൂപയാണ് ഇതിൻ്റെ സാലറി ആയിട്ട് പോകുന്നത്. പലതും പല കാലത്ത് രൂപീകരിച്ച സ്ഥാപനങ്ങളാണ്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കഴിഞ്ഞിട്ടും പല രീതിയിൽ അത് തുടരുകയാണ്. പല സ്ഥാപനങ്ങളും പലരും ഡെപ്യൂട്ടേഷനിലൊക്കെ പോവുകയാണ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും. അതെല്ലാം നമ്മളിന്ന് സമഗ്രമാക്കും. 5-മത്തെ, മികച്ച ജീവിത സൗകര്യത്തിനും ബിസിനസ് സുഗമമാക്കുന്നതിനുമുള്ള പ്രോസസ്സ് പരിഷ്കാരങ്ങൾ. അതായത് ബിസിനസ്സുകൾ ആയിട്ട് വരുന്നവരൊക്കെ കേരള സർക്കാരുമായി നടത്തുന്ന ഇടപെടലുകളിൽ ലളിതമാക്കുന്നതിനായിട്ട് നിയമങ്ങൾ, ചട്ടങ്ങൾ എന്നിവ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാനതല പ്രോസസ് റീ എഞ്ചിനീയറിംഗ് പരിപാടിയാണ്. മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നതിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ആധുനികവൽക്കരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും അത്തരം ആധുനികവൽക്കരണം ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നടക്കേണ്ടതുണ്ട്. അങ്ങനെ നടത്തിയാൽ തന്നെ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലും, അതായത് ഈ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനൊക്കെ ഒരു പരിധിവരെ സാധിക്കും. ഇതാ അത്തരം ചില ദുർച്ചെലവുകൾ എന്ന് തന്നെ രാഷ്ട്രീയമായി വിമർശനം ഉയർന്ന ഒന്നാണ് ഇനി പ്രേക്ഷകരുമായി സൂചിപ്പിക്കേണ്ടി വരുന്നത്. വിവരാവകാശ വിവരപ്രകാരം ലഭിച്ച കണക്കുകൾ ആണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ, അതായത് LDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു പുതിയ തസ്തിക ആയിരുന്നു ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി എന്നത്. സമ്പത്ത് ഉൾപ്പെടെ അത്തരം പദവികൾ വഹിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ KV തോമസ് ആയിരുന്നു LDF സർക്കാരിന് വേണ്ടി ഡൽഹിയിൽ കേരളത്തിനു വേണ്ടി പ്രതിനിധിയായി ചുമതലയേറ്റിരുന്നത്. ഇപ്പോഴിതാ വിവരാവകാശ പ്രകാരം ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം ഈ ഒരു പോസ്റ്റിലേക്ക് എന്തിനാണ് ഈ പോസ്റ്റ്, എന്താണ് ഉത്തരവാദിത്തം, ഇതുകൊണ്ടുണ്ടായ നേട്ടം എന്ത് എന്നൊക്കെ രാഷ്ട്രീയമായ ചോദ്യം പലയാവർത്തി ഉയർന്നു വന്നതാണ്. ഇപ്പോഴിതാ ഒരു പോസ്റ്റിന് വേണ്ടി, ഒരു പദവിക്ക് വേണ്ടി നൽകിയ ചെലവ്, പ്രത്യേകിച്ച് KV തോമസ് UDF-ന്റെ പ്രതിനിധിയായിരുന്നു എന്ന് നമുക്കറിയാം. കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്, MP ആയിരുന്ന ആളാണ്, MLA ആയിരുന്ന ആളാണ്, മന്ത്രിയായിരുന്ന ആളാണ്. അങ്ങനെ എത്രയോ കാലം ജനപ്രതിനിധിയായിരുന്ന, അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന ഒരാളായിരുന്നു KV തോമസ്. അങ്ങനെയുള്ള KV തോമസ് രാഷ്ട്രീയമായി മറുകണ്ഠം ചാടിയതിനുള്ള ഒരു അക്കോമഡേഷൻ എന്ന് തന്നെ പറയാവുന്ന പദവി എന്ന് പലരും വിമർശിച്ച ആ പദവിയിലിരിക്കെ KV തോമസിന് വേണ്ടി, അല്ലെങ്കിൽ ഈ പദവിക്ക് വേണ്ടി ചെലവാക്കിയ തുക എന്നത് 1 കോടിയിൽ അധികം ആണ് എന്നതാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചിട്ടുള്ള, വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടി എന്നതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ 2023 ജനുവരി 20-നായിരുന്നു
ഡൽഹിയിൽ KV തോമസ് ചുമതലയേറ്റത്. അതായത് UDF നിന്ന് LDF പാളയത്തിൽ അല്ലെങ്കിൽ CPM-ലേക്ക് എത്തിയ സമയം. ഈ സ്ഥാനം ഒഴിഞ്ഞതാകട്ടെ 2026 മെയ് 4-നാണ് സർക്കാർ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയ സമയം. ഈ 2023 ജനുവരി മുതൽ 2026 മെയ് മാസം വരെയുള്ള കണക്കുകൾ ആണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇതാ ചുമതല ഏറ്റെടുത്ത ശേഷം ഓരോ മാസവും 1 ലക്ഷം രൂപ വീതം ആണ് അവിടെ ഓണറേറിയം ആയി നൽകിയത്. ഇങ്ങനെയുള്ള പദവികൾക്കൊന്നും ശമ്പളമല്ല നൽകുക, ഓണറേറിയം ആണ് നൽകുന്നത് എന്നതാണ്. അവിടെയാണ് VD സതീശൻ 591 വകുപ്പുകളെക്കുറിച്ച് 19,000 കോടി രൂപ ഇങ്ങനെയുള്ളവർക്ക് നൽകുന്നതിനെക്കുറിച്ച് സംസാരിച്ചു വെച്ചത് എന്നതാണ്. അപ്പോൾ ഈ കാലയളവിൽ 2023 മുതലുള്ള കാലയളവിൽ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന MP ആയിരുന്ന MLA ആയിരുന്ന ആൾ വാങ്ങിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് നൽകിക്കൊണ്ടിരുന്ന വരുമാനം എന്നതാണ് ഓണറേറിയം എന്ന നിലയിൽ മാത്രം പ്രതിമാസം 1 ലക്ഷം രൂപ. ഇനി ഇതാ മറ്റാനുകൂല്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. വിമാനയാത്ര ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു. ഔദ്യോഗിക വാഹനത്തിനുള്ള ഇന്ധന ചെലവ് അത് സർക്കാരാണ് വഹിച്ചിരുന്നത്. പേഴ്സണൽ സ്റ്റാഫുകൾ, അതായത് കേന്ദ്ര സർക്കാരുമായുള്ള വിവിധ വിഷയങ്ങളിലെ ഏകോപനം, കേരളത്തിൻ്റെ ഡൽഹിയിലെ ചടങ്ങുകളിൽ പങ്കാളിയാവുക, ഇതിനുവേണ്ടിയുള്ള KV തോമസിന്റെ നിയമനത്തോടൊപ്പം തന്നെയാണ് ഈ ചെലവുകളും ഒപ്പം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയും സംസ്ഥാന സർക്കാർ നൽകിയത്. പൊതുഖജനാവിൽ നിന്ന് നികുതി പണം നൽകിക്കൊണ്ടാണ് ഈ സേവനം എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി ഇതാ 2026 ഏപ്രിൽ വരെ പ്രതിമാസ ഓണറേറിയം എന്ന നിലയിൽ ആകെ കൈപ്പറ്റിയിട്ടുള്ളത് 39 ലക്ഷത്തിൽ അധികം രൂപയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഡൽഹിയിലെ പ്രതിനിധി എന്ന നിലയിൽ KV തോമസിന് അക്കോമഡേഷൻ നൽകിയപ്പോൾ സംസ്ഥാന സർക്കാരിന് ഖജനാവിൽ നിന്ന് ഓണറേറിയം ഇനത്തിൽ നൽകേണ്ടതായി വന്നത് 39 ലക്ഷം രൂപ ആണ് എന്നതാണ്. അവിടം കൊണ്ടും അവസാനിച്ചില്ല. നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ പേഴ്സണൽ സ്റ്റാഫുകളെ അടക്കം നിയമിച്ചിരുന്നു. അതിനായി 61 ലക്ഷം രൂപ ആണ് ഈ പ്രത്യേക പ്രതിനിധിക്ക് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവാക്കിയത് എന്നതാണ് വിവരാവകാശ രേഖയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇനി യാത്രാ ചെലവുകൾ, ആ കണക്ക് 24/2/2025 വരെയുള്ളതാണ്. മെയ് മാസം വരെ ഈ പദവിയിൽ തുടർന്നിരുന്നു. ഈ 24/2/2025 ഫെബ്രുവരി മാസത്തിന് ശേഷം നൽകിയ തുക എത്രയെന്നറിയില്ല. അതിൽ തന്നെ വിമാനയാത്രയ്ക്ക് വേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് 13 ലക്ഷത്തിൽ അധികം രൂപയാണ്. കേരളത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ KV തോമസിന് വേണ്ടി ചെലവഴിച്ചത് 13 ലക്ഷത്തിലധികം രൂപ വിമാനയാത്രകൾക്ക് മാത്രം. ഔദ്യോഗിക വാഹനത്തിലെ ഇന്ധന ചെലവ്, ചുരുക്കി പറഞ്ഞാൽ പെട്രോളും ഡീസലും ഒക്കെ അടിക്കുന്നതിന് വേണ്ടി 2,20,000 രൂപ ആണ് പൊതു ഖജനാവിൽ നിന്ന് KV തോമസിന് നൽകിയത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രിയ പ്രേക്ഷകരെ, ഇവിടെ ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് മാത്രമാണ്. ഇത് സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ തുടങ്ങിയ ഒരു ആചാരം എന്ന് തന്നെ പറയാം. ആ ആചാരം ഇനി പുതിയ സർക്കാർ, അതായത് VD സതീശൻ സർക്കാർ ആവർത്തിക്കുമോ? കാരണം 591 വകുപ്പുകളെ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. അതിൽ പല പോസ്റ്റുകളും അനാവശ്യമെന്ന് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനിയും ഇത്തരത്തിൽ കേരളത്തിൻ്റെ പ്രതിനിധിയായി കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ അക്കോമഡേഷൻ അവിടെ ഉണ്ടാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. വിവരാവകാശ രേഖ പ്രകാരം ലഭിച്ച വിവരങ്ങളാണ് പങ്കുവച്ചത്. രാജു വാഴക്കാല എന്ന പൊതുപ്രവർത്തകനായിരുന്നു ഈ അപേക്ഷ നൽകിയത്. രാജു വാഴക്കാലയുടെ പ്രതികരണം കൂടി കേൾക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ സേവനമനുഷ്ഠിച്ച ശ്രീ KV തോമസിൻ്റെ ഓണററിയും ചെലവുകൾക്കായി സംസ്ഥാന സർക്കാർ ചിലവഴിച്ചത് 1,16 ലക്ഷം രൂപയാണ്. MLA പെൻഷനും MP പെൻഷനും അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹം സർവീസിലുണ്ടായിരുന്ന സർവീസ് പെൻഷൻ കൈപ്പറ്റുന്ന സാഹചര്യത്തിൽ തന്നെയാണ് 1 ലക്ഷം രൂപ ഓണററിയം എന്ന നിലയിൽ ഈ പദവി വഹിച്ചതിൻ്റെ പേരിൽ കൈപ്പറ്റിയത്. സംസ്ഥാനത്ത് അന്ന് ഈ ഇദ്ദേഹത്തെ നിയമിച്ച സാഹചര്യത്തിൽ തന്നെ കാലുമാറ്റക്കാരന് പ്രതിഫലം നൽകിയതാണ് ഈ പദവി എന്നൊരു ആരോപണം നിലനിന്നിരുന്നു. അത് സംസ്ഥാന സർക്കാരിൻ്റെ അവസാനം വരെ ആ ഒരു ആക്ഷേപം പേറുകയും ഉണ്ടായി. പുതിയ സർക്കാരെങ്കിലും ഇത്തരം സ്ഥാപനങ്ങളിലെ ഓരോ പ്രതിനിധികളെയും ബോർഡുകളിലെ ചെയർമാന്മാരെയും എല്ലാം നിയമിച്ച് അധിക ബാധ്യത വരുത്താതെ അനാവശ്യമായ ഇത്തരം പോസ്റ്റുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു സാമ്പത്തിക ഭദ്രത കൈവരിക്കുകയാണെങ്കിൽ അനാവശ്യമായ കോടിക്കണക്കിന് രൂപ ധൂർത്ത നിലയിൽ ചിലവഴിക്കുന്നത് ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കാനും കഴിയും. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കാലുമാറി വരുന്നവർക്കൊരു ഇടത്താവളമായി ഇത്തരം സ്ഥാനങ്ങൾ ഒഴിവാക്കുന്നത് വഴി ഒരു പുതിയൊരു
ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാനും സംസ്ഥാന സർക്കാരിന് സാധിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.